ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയംഗമായി സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി കർത്താവിനെ സാക്ഷിക്കുവാനുള്ള ഒരു അനുഭവമാണ് അത്ഭുതങ്ങളെപ്പറ്റിയുള്ള ഈ ധ്യാനത്തിലൂടെ നാം പ്രാപിക്കേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനാനുഭവമാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്, നമ്മെ പശ്ചാത്താപ വിവശരാക്കുന്നതാണ്. അത്ഭുതങ്ങൾ പ്രാപിച്ച ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ ബലിയായി യാഗമാക്കി തീർത്തിട്ടുണ്ട്. അവരുടെ ചുറ്റുവട്ടങ്ങളെ മറന്നു. സൗഖ്യം പ്രാപിച്ചവർ വർഗത്തിനും വർണ്ണത്തിനും അതീതമായി കർത്താവിൻ്റെ സാക്ഷികളും അവനെ ഉൾക്കൊള്ളുന്ന ഇരിപ്പിടങ്ങളുമായി മാറ്റപ്പെട്ടു. അവൻ്റെ അത്ഭുത പ്രവർത്തനത്തിലൂടെ അനേകർ ക്ഷമയും സഹനതയും സാഹോദര്യവും പ്രാപിച്ചു. ഇതിൻ്റെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും നമ്മളുടെ മനസ്സും ആ ഒരു ദർശനത്തിൽ, സാക്ഷ്യത്തിൽ ആയിത്തീരണം. ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന കർത്താവിൻ്റെ ഒരു അത്ഭുതം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വേദഭാഗമാണ്. അവർ ബത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണം എന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മുകളിലേക്ക് നോക്കി, ഞാൻ മനുഷ്യരെ മരങ്ങളെപ്പോലെയും അവർ നടക്കുന്നതായും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ ഉറ്റുനോക്കി. അവന് കാഴ്ച തിരികെ ലഭിച്ചു. അവൻ എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഗ്രാമത്തിൽ കടക്കുകയോ ആരോടെങ്കിലും പറയുകയോ അരുത് എന്ന് പറഞ്ഞ് അവൻ അവനെ വീട്ടിലേക്ക് അയച്ചു. കർത്താവ് പിറവിക്കുരുടനെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ബർത്തിമായെ സൗഖ്യമാക്കി. പൊതുവായ രീതിയിൽ അനേകം അന്ധന്മാരെ സൗഖ്യമാക്കിയവരുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ബെത്സയിദയിലെ കുരുടൻ നമ്മുടെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. കർത്താവിനെ ധ്യാനിക്കുവാനും ചില പ്രത്യേകമായ അനുഭവത്തിലെത്തുവാനും ബെത്സയിദയിലെ കുരുടനെക്കുറിച്ചുള്ള പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പിറവിക്കുരുടനോട് പറഞ്ഞത് നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക എന്നായിരുന്നു. മറ്റു ചിലരുടെ കണ്ണിൽ കൈവച്ച് സൗഖ്യം കൊടുത്തു, ചിലരുടെ കണ്ണിൽ തുപ്പി. ഇവിടെ ബെത്സയിദയിലെ അന്ധനെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കിയപ്പോഴും അതിനും ചില വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഉണ്ടായിരുന്നു. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച കർത്താവ് ഇതാ ബെത്സയിദയിലെത്തുന്നു. 7 അപ്പവും കുറേ ചെറുമീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച് അവരുടെ ഭൗതിക വിശപ്പ് മാറ്റിയ കർത്താവ് ഇവിടെ കാഴ്ച എന്ന വിശപ്പിനെ ശമിപ്പിക്കുവാൻ മറ്റു ചില കർമ്മങ്ങൾ ചെയ്യുകയാണ്. എല്ലാറ്റിനും പ്രിയമുള്ളവരെ, ഒരു വിശപ്പുണ്ട്. വിശപ്പ് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ധനസമ്പാദനത്തിന് വിശപ്പുണ്ട്, ജ്ഞാനസമ്പാദനത്തിന് വിശപ്പുണ്ട്. അതൊരു വിശപ്പാണ്. സൗഖ്യം പ്രാപിക്കുവാൻ ഒരു വലിയ ആഗ്രഹമുണ്ട്. ഓരോന്നിൻ്റെ വിശപ്പും ഓരോ തലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഉദരത്തിൻ്റെ വിശപ്പ്, ശാരീരിക വിശപ്പും ക്ഷീണവും മാറുന്നു. ആയതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമ്പോൾ ഒരു പരിധിവരെ പല രീതിയിലുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവൻ അത് കിട്ടുമ്പോൾ ലഭ്യമാകുന്ന ഒരാശ്വാസദായകമായ സാഹചര്യമുണ്ട്.
വേദന അനുഭവിക്കുന്നവന് വേദന മാറുമ്പോൾ കിട്ടുന്ന ഒരു സൗഖ്യമുണ്ട്. കാഴ്ചയില്ലാത്തവൻ പ്രാപിക്കുന്ന കാഴ്ച. അവനും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ബെത്സയിദയിൽ നമ്മുടെ കർത്താവ് എത്തിയപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ഒരു കുരുടനെ മറ്റുള്ളവർ കൊണ്ടുവരികയാണ്. അവനെപ്പോഴാണ് കാഴ്ച പോയതെന്ന് തിരുവചനം പറയുന്നില്ല. ഒരു കുരുടനെ കൊണ്ടുവന്നു. ആ കുരുടനെ നമ്മുടെ കർത്താവ് കാണുന്നു. ബെത്സയിദ നമ്മുടെ കർത്താവ് ഏറ്റവും കൂടുതൽ കടന്നു ചെന്ന ഒരു സ്ഥലമാണ്. പത്രോസ് ഉൾപ്പെടെയുള്ളവരുടെ ജന്മസ്ഥലം, അവരുടെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒരു സ്ഥലം. അനേകം മുക്കുവന്മാർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയ ഒരു സ്ഥലം. ആ ബെത്സയിദയിലെ കടൽ തീരത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ അന്തിനെ കൊണ്ടുവന്നപ്പോൾ അതൊരു വലിയ കാഴ്ച തന്നെയായിരുന്നു. കർത്താവ് അവനെ നോക്കിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത്, അങ്ങ് അവനെ ഒന്ന് തൊടണം. നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളതുപോലെ അന്ധനെ, രോഗികളെ, കുഷ്ഠരോഗം ബാധിച്ചവരെ തൊടുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അത്തരമുള്ള സ്പർശനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ആ സമൂഹത്തിലുണ്ട്. അന്ധത പ്രാപിച്ചവനെ തൊട്ടതുകൊണ്ട് കർത്താവ് അന്ധനാകുന്നില്ല. അന്നത്തെ സമൂഹം എന്തുകൊണ്ടോ ചില മതിൽക്കെട്ടുകളൊക്കെ ഉയർത്തിയിരുന്നു. ചിലരെ ഒന്നും തൊടാൻ പാടില്ല, രോഗം പകരുമെന്ന് പേടിച്ച് മാത്രമല്ല അത്. അതിനേക്കാൾ ഉപരിയായി മറ്റു ചില കാഴ്ചകൾ അവർ വ്യർത്ഥമായി കണ്ടതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, കാഴ്ചയില്ലാത്തവന് ഭൗതികമായ കാഴ്ചയൊന്നുമില്ല. എന്നാൽ ഭൗതികമായി കാഴ്ചയുണ്ടെന്ന് പറയുന്നവൻ അവൻ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. വ്യർത്ഥമായ കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ ഇതൊക്കെ വളർത്തിയെടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ കാഴ്ചയുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകൾ ഏതൊക്കെയാണ്? കണ്ണിന് കാണണ്ടാത്തവ, ചിന്തിക്കേണ്ടാത്തവ, നോക്കാൻ പോലും പാടില്ലാത്തവ, അതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ പ്രാർത്ഥനയോടൊരു നിമിഷം ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവമേ, ചില സമയത്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കും ഇതൊന്നും കാണണ്ടായിരുന്നു. ഈ കണ്ണുള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടത്. കണ്ണില്ലായിരുന്നെങ്കിൽ ഇതിൽ നിന്നൊക്കെ അങ്ങ് മാറിയാൽ മതിയായിരുന്നു, ഞാനിതൊന്നും അറിയത്തില്ലായിരുന്നു. ചില മനുഷ്യർ ഏൽപ്പിക്കുന്ന നൊമ്പരം കാണുമ്പോൾ നിൻ്റെ മുഖം എനിക്ക് കാണുകയേ വേണ്ടായിരുന്നു, കാഴ്ചയില്ലായിരുന്നെങ്കിൽ. നിൻ്റെ സ്വരം എനിക്ക് കേൾക്കുകയേ വേണ്ടായിരുന്നു, ചെവിയില്ലായിരുന്നുവെങ്കിൽ. മനുഷ്യനറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളാണ്. ദൈവം നമ്മൾക്ക് കാഴ്ച നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച കൊണ്ട് എനിക്ക് ചിലതൊക്കെ കാണാതിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, ന്യായപ്രമാണത്തിലെ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണേണ്ടതിന് ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. കാണേണ്ടത് കാണാൻ കണ്ണുകളൊന്നും പ്രകാശിപ്പിച്ചിട്ടില്ല നമ്മൾ. ഇവിടെ ഭൗതികമായി കാഴ്ചയുള്ളവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ബേത്സയിദയിൽ വെച്ച് കുരുടനെ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് ചില നല്ല കാഴ്ചകളുണ്ടായിരുന്നു. സർവശക്ത, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാധു കാണുന്നില്ല. മറ്റുള്ളവരുടെ സഹായം അവന് വേണം. അവന് കാഴ്ച കൊടുക്കണം, അവനെ കർത്താവൊന്ന് തൊടണം എന്ന് കൊണ്ടുവന്നവർ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം, അവൻ ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. അവൻ ആർക്കെങ്കിലുമൊക്കെ താങ്ങാകണം, ആർക്കെങ്കിലുമൊക്കെ വെളിച്ചമാകണം. അതെ, ഒരുവന് സൗഖ്യം കിട്ടുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വലിയ അനുഭവം ആ ഒരു സമൂഹത്തിലുണ്ടാകുന്നത് ഒരുവന് മാത്രമല്ല, അവനിലൂടെ ഒരുപാട് പേര് കാഴ്ച പ്രാപിക്കും. ഒരുവൻ അന്ധനായിരുന്നാൽ അവനിലൂടെ ഒത്തിരി പേര് അന്ധന്മാരാകും. ഈ അന്ധനെ സംബന്ധിച്ചിടത്തോളം, അവൻ അന്ധനായിരിക്കുന്നിടത്തോളം അവൻ്റെ കുടുംബത്തിലുള്ള വെളിച്ചം പോലും വെളിച്ചമല്ല. അവൻ്റെ മാതാപിതാക്കളുടെ വെളിച്ചം, സഹോദരങ്ങളുടെ വെളിച്ചം, അതെല്ലാം അന്ധത നിറഞ്ഞതാണ്. നമ്മളുടെ ചുറ്റുവട്ടത്തിലൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ചിലരൊക്കെ മിടുക്കരായി, സമർത്ഥരായി, സമ്പന്നരായി,
അതേ കുടുംബത്തിൽപ്പെട്ട ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച സഹോദരങ്ങൾ ഇപ്പോഴും പ്രയാസത്തില്ല. ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതേ സഹോദരങ്ങൾ ചിലർ പ്രാർത്ഥിക്കുന്നില്ല. ചിലർ സമ്പന്നരാണ്, സഹോദരങ്ങൾ ചിലർ ദരിദ്രരാണ്. ചിലർ ബുദ്ധിമാന്മാരാണ്, ചിലർ മണ്ടന്മാരാണ്. ചിലർ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണ്, ചിലർ അധാർമികതയിൽ വീണുപോയവരാണ്. പ്രിയമുള്ളവരെ, ഒരന്തൻ മതി കുടുംബം മൊത്തം അന്ധത പ്രാപിക്കാൻ. അങ്ങനെയെങ്കിൽ നമ്മളും ചിന്തിക്കണം, ഒരുവൻ മതി, ഒരു നശിച്ചുപോയ ഒരാൾ മതി കുടുംബത്തിൻ്റെ മൊത്തം വെളിച്ചം കെടുക്കുവാൻ. നമ്മൾ ഓർക്കും, ഒത്തിരി ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബം എത്രയോ സന്തോഷമുള്ളതാണ്, സമാധാനമുള്ളതാണ്, ഐശ്വര്യമുള്ളതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ അഭിമാനിച്ചിട്ടില്ലയോ? എല്ലാ തിരികളും കത്തിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ കെട്ടിരിക്കുന്നത്. മെഴുകുതിരികൾ 12 ഉണ്ടെങ്കിൽ 11 കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കത്തിച്ചു വെക്കാതിരിക്കുന്നത്, കെട്ടിരിക്കുന്നത് ആ കത്തി നിൽക്കുന്നതിൻ്റെ എല്ലാം ശോഭയെ കെടുത്തു. ഒരന്ധത സമൂഹത്തെ മൊത്തം ബാധിക്കും. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ പറഞ്ഞത്, മറ്റുള്ളവർ പറഞ്ഞത്, കർത്താവേ, ഇവനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണം. കർത്താവിനോട് പറയണ്ടായിരുന്നു, തൊടാനോ നോക്കാനോ പറയണ്ട, എങ്കിലും നീ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണം. തൊട്ട് സൗഖ്യമാക്കാനുള്ള ആഹ്വാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെയൊക്കെ ആ സമൂഹം ഓർപ്പിക്കുകയാണ്. ദൈവനാമത്തിൽ നമ്മളും ചിന്തിക്കണം. മിടുക്കന്മാരുടെ ഇടയിൽ മണ്ടനായി പോയവരുണ്ട്. ചിലരൊക്കെ ദുഃഖിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ, ഒന്നിനെക്കുറിച്ച് എനിക്ക് വിഷമമില്ല, ഒന്നിൻ്റെ കാര്യം എന്തായിത്തീരും? ഒന്ന് മിടുക്കനാ, മറ്റൊന്ന് മന്ദബുദ്ധിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ, എൻ്റെ കാലം കഴിഞ്ഞാൽ അവരെങ്ങനായിത്തീരും? നമ്മളൊക്കെ ഭയക്കുന്നില്ലേ? എൻ്റെ 2 കുഞ്ഞുങ്ങളിൽ ഒന്നിന് കാഴ്ചയുണ്ട്, ഒന്നിന് ഭൗതികമായിട്ട് കാഴ്ചയില്ല. അവൻ എങ്ങനെ ജീവിക്കും? ഒരുത്തൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റവൻ തിരിഞ്ഞു നോക്കത്തില്ല. ഒരുത്തൻ സമാധാനത്തോടെ ജീവിക്കുന്നു, മറ്റവൻ സമാധാനമില്ലാതെ ജീവിക്കുന്നു. ഇതെല്ലാം ഓരോരോ അന്ധതകളാണ്, അന്ധകാരങ്ങളാണ്. ഒരു കൊച്ചന്ധകാരത്തിന് വെളിച്ചത്തെ മുഴുവൻ അന്ധകാരമാക്കാൻ പറ്റുമെങ്കിൽ, ഒരു കെട്ടതിരിക്ക് കത്തി നിൽക്കുന്നതിനെ മൊത്തം അന്ധകാരമാക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് നല്ലൊരു വെളിച്ചവും നല്ലൊരു വിശുദ്ധിയുടെ ശോഭയും ഉണ്ടാകണം. വിശുദ്ധിയുടെ ശോഭ നിറയുമ്പോൾ അന്ധകാരം തനിയെ മാറിപ്പോകും. അന്ധകാരം മാറുമ്പോൾ വെളിച്ചം അവിടെ വെല്ലം വരും. നമ്മൾ ഒരിക്കലും അഭിമാനിക്കരുത്, എല്ലാം എനിക്ക് തികഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ രീതിയിലും നിറവുള്ളവനാണ്, ഇന്ന കാര്യം മാത്രമേ എനിക്ക് അറിയാത്തതുള്ളൂ, ഇന്ന വ്യക്തിയെക്കുറിച്ച് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ, അതവൻ്റെ പണിക്ക് പോട്ടെ, ഞാനതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല. നീ തള്ളിക്കളഞ്ഞ ഒരാൾ മതി നിൻ്റെ എല്ലാ സമാധാനവും കളയാൻ. ഇത് കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ? ഒരു കാലത്തായിരുന്നെങ്കിൽ പലരെയും തിരുത്താമായിരുന്നു. അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ മിടുക്കരായ മക്കളുടെ പിന്നാലെ നിങ്ങൾ പോയി. ഇന്നന്ന് അന്ധകാരത്തിൽ പോയ ഒരുവനെ കൊണ്ട്, ഒരുപക്ഷെ നിങ്ങളുടെ കൊച്ചുമക്കളാകാം, മക്കളായിരിക്കാം, അവരെ കൊണ്ട് നിങ്ങളിന്ന് ഒരുപാട് തല കറങ്ങുന്നില്ലേ? പ്രയാസപ്പെടുന്നില്ലേ? അതെ, തിരിച്ചു നടക്കണം. എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലണം. തൊട്ട് സൗഖ്യമാക്കാൻ പറയണം. ഇനി 2ാം ഘട്ടത്തിൽ നോക്കുമ്പോൾ, ഇവനെ തൊടുന്നു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ കാണുന്നു, മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ നടക്കുന്നത് പോലെയാണ്. അവൻ മനുഷ്യനെയും കണ്ടിട്ടില്ല, മരങ്ങളെയും കണ്ടിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? കർത്താവെ, ഞാൻ കാണുന്നു, മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ നടക്കുന്നത് പോലെയാണ്. മരങ്ങൾക്ക് സ്വയമായി ചലന സ്വാതന്ത്ര്യമില്ല. കാറ്റടിക്കുമ്പോൾ ചില്ലകളും കൊമ്പുകളുമൊക്കെ ഒന്ന് ചലിച്ചെന്ന് വരാം, ആടിയെന്ന് വരാം. പക്ഷെ ഒരു മരവും ഒരിക്കലും സ്വന്തമായിട്ട് നടന്നു പോകത്തില്ല. പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. അത് നടുന്നിടത്ത് തന്നെ വളരുന്നു, തളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, അവിടെ തന്നെ വീഴുന്നു. അല്ലെങ്കിൽ നമ്മളത് പിഴുതു മാറ്റി വയ്ക്കണം. പിഴുതു മാറ്റി വയ്ക്കാൻ പോലും ഒരു സമയമുണ്ട്. സമയം കഴിഞ്ഞിട്ട് പിഴുതു മാറ്റി വയ്ക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നോളജിയൊക്കെ നമ്മൾ പ്രയോഗിക്കണം. ഇന്നത്തെ കാലത്ത് അതിനുള്ള ടെക്നോളജി പോലെയുണ്ട്.
എങ്കിലും സ്വന്തമായിട്ട് മരങ്ങൾ നടക്കുന്നില്ല. അതൊരു സ്റ്റാറ്റിക് പോയിന്റില്ല. ഇവൻ പറയുകയാണ്, മനുഷ്യൻ നടക്കുന്നത് മരങ്ങൾ നടക്കുന്നത് പോലെയാണ്. മരം നടന്നാലുള്ള പ്രശ്നം എന്താണ്? മരത്തിന് നടക്കാൻ പറ്റിയാൽ അത് പോകുന്ന സ്ഥലമെല്ലാം പ്രശ്നകാര്യമായി മാറും. പലതിനെയും തകർത്ത് കളയും. അതിൻ്റെ വലിയ തടി, അതിൻ്റെ കൊമ്പുകൾ, ചില്ലകൾ, ഇതൊക്കെ പലയിടത്തും തട്ടും. നമ്മുടെ സമൂഹത്തിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തിലൂടെ മരം നടക്കുവാന്ന് വെച്ചോ, എവിടെയൊക്കെ തട്ടും? ലൈൻ കമ്പിയെ തട്ടും, കെട്ടിടങ്ങളെ തട്ടും, മുകളിലും താഴെയുമുള്ള പലതിനെയും തട്ടും. അത് റോഡിലൂടെ പോയാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വന്നിടിച്ച് തകർന്നു പോകും. അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അതിൻ്റെ അനുകൂലനം കൊടുത്തിട്ടുണ്ട്. അതവിടെ തന്നെ നിന്നാൽ മതി, അതൊന്നും പോയി എടുക്കണ്ട. അതിൻ്റെ വേര് പായിച്ച് അതിനുള്ള ജലാംശവും വളവുമൊക്കെ എടുക്കാൻ പറ്റും. മനുഷ്യന് പറ്റാത്തത് അതാ. സസ്യങ്ങൾക്ക് ചിലയിടത്ത് നിന്നാലും അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. മനുഷ്യനത് പറ്റത്തില്ല. അവൻ ചലിച്ചേ പറ്റും. മൃഗങ്ങൾക്കും പറ്റത്തില്ല, വേരോടിക്കാൻ പറ്റത്തില്ല. മൃഗങ്ങളും അപ്രകാരം ചലിച്ചേ പറ്റൂ. എന്നാൽ സസ്യങ്ങൾ സ്റ്റാറ്റിക്കായിട്ടൊരിടത്ത് നിൽക്കണം. അവൻ പറയുന്നു, മനുഷ്യൻ നടക്കുന്നത് മരങ്ങൾ നടക്കുന്നത് പോലെയാണ്. മനുഷ്യൻ്റെ ചലനത്തെ ഭീതിയോടെ കാണുന്ന ഒരു സമൂഹം. അന്ധൻ അവൻ്റെ കാഴ്ചയുടെ അപൂർണതയിലാണ് അങ്ങനെ പറഞ്ഞത്. കർത്താവിനോട് പറഞ്ഞത്, അയ്യോ, മനുഷ്യൻ നടക്കുന്നത് കണ്ടിട്ട് മരങ്ങൾ നടക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. മരങ്ങളെപ്പറ്റി, മനുഷ്യനെപ്പറ്റിയും അറിയാത്ത മനുഷ്യൻ്റെ ഭാഗികമായ ആ സൗഖ്യത്തിൻ്റെ വർണ്ണത, കാഴ്ചയുടെ വർണ്ണന നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. അവൻ അപൂർണതയിലാണത് പറഞ്ഞതെങ്കിലും അതിൻ്റെ പിന്നിലും ചില രഹസ്യങ്ങളുണ്ട്, ചില അർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മളിൽ പലരുടെയും ചലനങ്ങൾ അതുപോലെയല്ലേ? മരങ്ങൾക്ക് നടക്കാൻ സാധിച്ചാൽ അത് സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവോ അതുപോലെയുള്ള പ്രശ്നങ്ങളല്ലേ ഇന്ന് മനുഷ്യൻ്റെ ചലനത്തിലൂടെ സംഭവിക്കുന്നത്? നമ്മുടെ സംസാരങ്ങൾ, നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആരെയൊക്കെ തകർക്കുന്നുണ്ട്. നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ആർക്കൊക്കെ ഉപദ്രവമാകുന്നുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, നിലവിളിയോടുകൂടി ഓർക്കണം, കണ്ണുനീരോടുകൂടി ഓർക്കണം. ദൈവമേ, എൻ്റെ ചലനം ഒരു മനുഷ്യൻ്റെ ചലനം തന്നെയാകണം. അന്ധൻ അപൂർണതയിൽ പറയുന്നു, മനുഷ്യൻ നടക്കുന്നത് പോലെ മരങ്ങൾ നടക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ളതാണ് ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത്. മനുഷ്യനെ മരങ്ങളെ പോലെ കാണുന്ന കാഴ്ച എപ്പോഴും അപര്യാപ്തമാണ്. ഇന്ന് നമ്മളൊക്കെ പലരെയും കാണുന്നത് അങ്ങനെയാണ്. നമ്മളൊക്കെ പ്രാധാന്യമുള്ളവരാണ്. നമുക്ക് നൊമ്പരമുണ്ട്, രോഗം വരും, പ്രയാസം വരും, ഉറക്കം വരും, നമുക്ക് വിശ്രമം വേണം. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. നമുക്ക് മാത്രമേ ഉള്ളത്, മറ്റുള്ളവർക്ക് അങ്ങനൊന്നുമില്ല. അതുകൊണ്ടാണ് ചിലർ പറയാറില്ലയോ, കുഞ്ഞെ ഞാനെന്താ മരമാണോ, തടിയാണോ, വല്ല കല്ലോ വല്ലമാണോ, അചേതന വസ്തുവാണോ എന്ന് ചിലർ ചോദിക്കാറില്ലയോ? അതേ പ്രിയപ്പെട്ടവരെ, എനിക്കുള്ള എല്ലാ വികാരങ്ങളും എല്ലാ നൊമ്പരങ്ങളും എൻ്റെ സമൂഹത്തിനുമുണ്ട്. ഞാൻ നടക്കുന്നതിനേക്കാളും ഭംഗിയായി എൻ്റെ സമൂഹം നടക്കുന്നു, പോകുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കണം. അത് മരങ്ങളെപ്പോലെ ലക്ഷ്യമില്ലാതെ ഘടനയ്ക്ക് വിരുദ്ധമായി പോകുന്നുവെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരെയും തെറ്റായി വിലയിരുത്തുന്നത്. ആര് നന്മ ചെയ്താലും തിന്മയാണെന്ന് കാണുന്നത് അതുകൊണ്ടാണ്. ഒരുവൻ ഉയർന്നു വരുമ്പോൾ നമ്മൾക്ക് അസൂയ തോന്നുന്നത് അതുകൊണ്ടാണ്, അഹങ്കാരം തോന്നുന്നത് അതുകൊണ്ടാണ്, അശുദ്ധിയും ഒക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. മറ്റു ഒരു കാരണങ്ങൾ കൊണ്ടുമല്ല. കാരണം മറ്റൊന്നുമല്ല, കാഴ്ച ശരിയായിട്ടില്ല. അന്ധൻ പറഞ്ഞില്ലേ, മനുഷ്യൻ നടക്കുന്നത് മരങ്ങളെപ്പോലെ ഞാൻ കാണുന്നു. ചലനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് നമുക്കൊക്കെ അതുപോലെ നമ്മൾ ഓരോ ചലനങ്ങളും കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിലൂടെ സഹോദരങ്ങൾ നടന്നു പോകുകയാണ്. ചലിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഓരോ മനുഷ്യരും. ഒരുത്തൻ്റെയും വേദനയോ പ്രയാസമോ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. കണ്ണുനീരിൻ്റെ അംശം മനസ്സിലാക്കുന്നില്ല. അസ്വസ്ഥതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരൊക്കെ എന്തോ ജീവജാലങ്ങൾ പോലെ പോകുന്നു. ഇതല്ലേ നമ്മൾ കണ്ടുവരുന്നത്? നിങ്ങളിൽ മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നു, ടെസ്റ്റ് എഴുതുന്നു, എല്ലാം പരാജയപ്പെടുന്നു.
നമുക്ക് പരാതിപ്പെടാൻ ഒത്തിരിയുണ്ട്. ചിലവിന് കൊടുത്തിട്ടും ഇവൻ പാസ്സാകുന്നില്ലല്ലോ, ഇതുവരെ ഒരു ജോലി കിട്ടുന്നില്ലല്ലോ, ഇവൻ എന്താ നല്ലൊരു കല്യാണം കിട്ടാത്തത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും ചിലപ്പോൾ, നോക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ മാതാപിതാക്കൾ അവൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, മൊബൈല്, വാഹനങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എനിക്കെന്തോ തരുന്നു, ഒരു ബൈക്ക് ചോദിച്ചിട്ട് പോലും വാങ്ങിച്ചു തരുന്നില്ല. പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രിയപ്പെട്ട യുവാവേ, നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരാനും 15,000 രൂപയുടെ മൊബൈൽ വാങ്ങിച്ചു തരാനും ഒന്നും താല്പര്യമില്ലാത്തതല്ല നിൻ്റെ മാതാവും പിതാവും. അതിനേക്കാൾ വലിയ കാര്യം നിനക്ക് വേണ്ടി തരാനാ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരും നൊമ്പരപ്പെടുന്ന, വേദനപ്പെടുന്ന ശരീരവും മാംസവും ഉള്ളവരാണെന്ന് നീ വിചാരിക്കണം. നിനക്ക് വേണ്ടി ഓവർ ടൈം ചെയ്ത്, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, കുടുംബത്തെ പോലും മറന്ന് അവർ ജീവിക്കുന്നത്. മാതാപിതാക്കളിൽ ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിലല്ലേ. നിൻ്റെ മാതാവായ നിൻ്റെ പിതാവിൻ്റെ ഭാര്യയെ ഒന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങളെയൊക്കെ താലോലിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണണം, പിതാവിനെ പിതാവായിട്ട് തന്നെ കാണണം, മാതാവിനെ മാതാവായിട്ട് തന്നെ കാണണം. നിനക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നിൻ്റെ മാതാവ് നിനക്ക് വേണ്ടി വേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞിട്ടും നീ അവളെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ അവളുടെ നൊമ്പരം നീ തിരിച്ചറിയുന്നില്ല. ഒരു തവണ അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കണം, 2 തുണിയൊക്കെ നനച്ച് നോക്കണം. അന്നേരമേ അറിയത്തുള്ളൂ ആ നൊമ്പരം, അവരുടെ വേദനകൾ അറിയത്തുള്ളൂ. അവരുടെ വേർപാട് വരുമ്പോഴേ വേർപാടിൻ്റെ നൊമ്പരം എത്രയാണെന്ന് അറിയത്തുള്ളൂ. നീ നാളെ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുമ്പോഴേ അവരുടെ പ്രയാസങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കത്തുള്ളൂ. ആ ചിന്തകൾക്ക് ഞാൻ അടിവരയിടുകയാണ്. മനുഷ്യൻ നടക്കുന്നത് മനുഷ്യനെ പോലെയാണെന്ന് നമുക്കെന്ന് കാണാൻ പറ്റും? ഇന്ന് ജാതീയതയും വർഗീയതയും ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ്. ഇതര മതസ്ഥർ, സഭാംഗങ്ങൾ, ഗുരുക്കന്മാർ പോലും നമ്മുടെ ശത്രുക്കളാണ്. അവരെ നമ്മൾ മനുഷ്യത്വത്തിൻ്റെ സങ്കല്പത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം വലുതായിത്തീരും. യേശു അവൻ്റെ കണ്ണിൽ തുപ്പിയിട്ട് അവൻ്റെ കണ്ണിൽ കൈവച്ച് നോക്കുന്നു. കണ്ണിൽ തുപ്പുന്നു, കൈവയ്ക്കുന്നു. അവൻ കാഴ്ച കൃത്യമായിട്ട് പ്രാപിക്കുന്നു. ചില തുപ്പലുകളൊക്കെ ആവശ്യമാണ്, അതിൻ്റെ ദുർഗന്ധവും ആവശ്യമാണ്. എൻ്റെ കർത്താവിൻ്റെ തുപ്പലിൻ്റെ ദുർഗന്ധം ഏറ്റുവാങ്ങാൻ, അത് ദുർഗന്ധമല്ല, പനിനീരിനേക്കാൾ സുഗന്ധമേറിയതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ കാഴ്ച പൂർണ്ണമാകും. ഇവിടെ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ആദ്യം കർത്താവ് കണ്ണിന്മേൽ തുപ്പി, അവൻ്റെ മേൽ കൈവച്ചു. വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ഒരുപക്ഷെ ആ തുപ്പലിൻ്റെ അനുഭവം അത്രത്തോളം ശ്രേഷ്ഠമായി അവന് തോന്നിക്കാണത്തില്ല. അതുകൊണ്ട് ആ കാഴ്ച അപൂർണമായത്. വീണ്ടും കൈവച്ചു. അപ്പോൾ അവന് മനസ്സിലായി, തൻ്റെ കണ്ണിൽ ഒഴിക്കാൻ വിധിക്കപ്പെട്ട എല്ലാ ഔഷധങ്ങളെക്കാളും ശ്രേഷ്ഠം എൻ്റെ കർത്താവിൻ്റെ തുപ്പലാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന എല്ലാ നന്മയുടെ വഴിത്താരേക്കാളും ശ്രേഷ്ഠം എൻ്റെ കർത്താവിൻ്റെ തുപ്പലാണ്. ആ തുപ്പല് ദുർഗന്ധമായിട്ട് നമുക്ക് തോന്നരുത്. ആ തുപ്പല് തിരുരക്തത്തിൻ്റെ വിശുദ്ധ പ്രതീകമായി നാം ഏറ്റെടുക്കണം. കർത്താവിന് വേണമെങ്കിൽ തുപ്പാതെ തന്നെ സൗഖ്യം കൊടുക്കാമായിരുന്നു. എന്നാൽ ആ തുപ്പലിലൂടെ കൊടുത്ത സൗഖ്യം ഒരു വലിയ വെളിച്ചത്തിൻ്റെയും വലിയ വെളിവിൻ്റെയും ദിവ്യാനുഭവം പകർന്നു കൊടുക്കുകയാണ്. ബെത്സൈദയിലെ കുരുടൻ്റെ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ട കാഴ്ചാനുഭവങ്ങളുടെ പൂർണ്ണതയാണ് വെളിവാക്കുന്നത്. അവനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നതുപോലെ ചിലരെയൊക്കെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ നാം കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകുന്നവരെയൊക്കെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോകാൻ നാം തയ്യാറാകരുത്. എങ്ങനെയും അവർ കർത്താവിൻ്റെ സന്നിധിയിലെത്തണം. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ദേശക്കാരനാകട്ടെ, നിന്നെ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവനാകട്ടെ, അവനെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കണം. ബലപ്രയോഗത്തിലൂടെ ഒന്നും എത്തിക്കാൻ പറ്റത്തില്ല.
നിന്റെ നിറഞ്ഞ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ അവനും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തണം. പ്രാർത്ഥനയുടെ പ്രത്യേകത അവിടെയാണ്. ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്നത് പോലെ പിടിച്ചു കെട്ടിക്കൊണ്ടൊന്നും വരണ്ട. പ്രാർത്ഥനയാകുന്ന ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് സ്നേഹവാനായ തമ്പുരാൻ്റെ പാദാന്തികത്തിങ്കിൽ എത്തിക്കണം. അപ്പോൾ ലഭിക്കുന്ന ഒരു വലിയ കുളിർക്കാറ്റുണ്ട്. കർത്താവ് നോക്കും, കൊണ്ടുവന്നവരുടെ വിശ്വാസം കൂടി നോക്കും. ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ ഇടപെടാൻ പോകുന്നവരാണെങ്കിലും, എൻ്റെ കർത്താവേ, എൻ്റെ ചില ഭൗതികമായ അന്ധതകൾ മാറ്റണമെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ചില വ്യക്തിത്വങ്ങൾ നമ്മളുടെ മുൻപിൽ വരരുത്, അവരെ കാണരുതെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കൺവട്ടത്ത് പോലും നീ വരരുതെന്ന് പ്രിയപ്പെട്ട മകനെ, മകളെ, സ്വന്തം തലമുറയോട് തന്നെ ചിലപ്പോൾ പറയേണ്ടി വന്നിട്ടില്ലേ? ചിലരെ കാണാൻ ഇഷ്ടമില്ലാതെ എത്രയോ ദൂരത്ത് നാം ഓടിപ്പോയിട്ടുണ്ട്. ബെത്സേദയിലെ കുരുടൻ്റെ സൗഖ്യം നമ്മളോട് പറയുകയാണ്. നമ്മൾ കാണേണ്ടവരെയൊക്കെ കാണണം. നമ്മളുടെ ദൃഷ്ടിയിൽ നിന്നും ഓർമ്മയിൽ നിന്നും ഓടിച്ചു വിട്ടവരൊക്കെ നമ്മുടെ മനതാരിലേക്ക് കടന്നു വരണം. അവരൊക്കെ പ്രാർത്ഥനകൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിഷ്ടമില്ലാത്തവർ പോലും, നമുക്കറിയത്തില്ല, അവരുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരായിട്ട് പതിക്കുന്നുണ്ട്. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിലൂടെ, ക്ഷമയിലൂടെയും സഹനതയിലൂടെയും നല്ല കാഴ്ചകൾ പ്രാപിക്കുവാൻ മനുഷ്യൻ നടക്കുന്നത് മരങ്ങളെപ്പോലെയല്ല, മനുഷ്യനെപ്പോലെ തന്നെയാണ്. അവൻ്റെ നൊമ്പരങ്ങളും ഭാരങ്ങളും ഒക്കെ ഏറ്റുകൊണ്ടാണ് ആ ഒരു ഉൾക്കാഴ്ചയോടെ ജീവിക്കുവാൻ നമുക്കിടയാകണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഏതു പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ, ഇഷ്ടമുള്ളപ്പോഴും ഇഷ്ടമില്ലാത്തപ്പോഴും എൻ്റെ കർത്താവിന് ഇഷ്ടമുള്ളതൊക്കെയും എനിക്കിഷ്ടമുള്ളതാണ്. എൻ്റെ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഞാനും കാണാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ചിന്താധാരയിൽ മുന്നേറുവാൻ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.